പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. സദൃശ്യവാക്യം 6-ാം അധ്യായം 6-ാം വാക്യമത്രേ ഇന്ന് രാവിലത്തെ ചിന്താവിഷയം. ഉറുമ്പിനെ നോക്കി പഠിക്കുക. ഉറുമ്പ് ഒരു ചെറിയ ജീവിയാണ്. അതിനെ നോക്കി ചിലത് പഠിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മ തരുന്നു. ഹല്ലേലൂയ. ഇതാ വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മടിയ, ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതിൻ്റെ വഴികളെ നോക്കി നീ ബുദ്ധി പഠിക്കുക. ജീവിതത്തിൽ നമ്മെ നന്മയിലേക്ക് നടത്തുന്ന, നമ്മെ അനുഗ്രഹത്തിലേക്ക് നടത്തുന്ന ഈ ദൈവവചനം ഹല്ലേലൂയ നമ്മെ എല്ലാ കാലത്തും ബലപ്പെടുത്തും. എല്ലാ കാലത്തും അത് വഴി നടത്തും. ലോകത്തിൻ്റെ മനുഷ്യൻ്റെ ആലോചനകൾ നമ്മെ തകർത്ത് കളയുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനകൾ നമുക്ക് നന്മയ്ക്ക് വേണ്ടി അത്രേ. വേദപുസ്തകത്തിൻ്റെ ഒരു വാക്യം പോലും ഹല്ലേലൂയ അത് വൃഥാവിലല്ല എഴുതിയിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ ദൈവിക പദ്ധതിയുണ്ട്. ഒരു വാക്ക് മതി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ നന്മയെക്കുറിച്ച് നാം വിചാരപ്പെടുന്നതിനെക്കാട്ടിലും അധികമായി നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഇന്ന് പ്രഭാതത്തിലും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഇതാ ഇവിടെ പറയുന്നു, നിങ്ങൾ അതുകൊണ്ട് ഉറുമ്പിനെ നോക്കി പഠിക്കുക. എന്താ ഉറുമ്പിൻ്റെ പ്രത്യേകത? ഒന്നാമതായി നാം ഇങ്ങനെ വായിക്കുന്നു: അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതെ ഇരുന്നിട്ടും ഹല്ലേലൂയ അത് ചിലതൊക്കെ ചെയ്യുന്നു. അത് ആഹാരം ശേഖരിക്കുന്നു, അത് മുമ്പോട്ട് പോകുന്നു. നോക്ക്, അതിന് ഹല്ലേലൂയ അധികാരിയില്ല, അതിന് മേൽവിചാരകനില്ല, എന്നിട്ടും അത് ഒരു ഓർഡറിൽ നടക്കുന്നു, അതൊരു ലൈനിൽ നടക്കുന്നു. നിങ്ങൾ നോക്ക്, ഉറുമ്പിനെ നോക്ക്. ഉറുമ്പ് എങ്ങനെ നടക്കുന്നത്? അതിന് യജമാനനില്ല, അതിന് മേൽവിചാരകനില്ല, എന്നാലും ഒരു ഡിസിപ്ലിൻ അതിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. അതിന് ഒരു നേതാവ് മുമ്പിൽ പോകുമ്പോൾ അതിൻ്റെ പിന്നാലെയാണ് എല്ലാവരും പോകുന്നത്. ഹല്ലേലൂയ. മേൽവിചാരകൻ ഇല്ലാതിരുന്നിട്ടും അതിൻ്റെ ജീവിതത്തിനെ എങ്ങനെ ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കി പഠിക്കേണ്ടതത്രേ. ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു ഡിസിപ്ലിൻ വേണം, ഇതുപോലെ ഒരു അച്ചടക്കം വേണം, ഇതുപോലെ ഒരു അനുസരണശീലം വേണം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം ചിലരെ ആക്കിയിട്ടുണ്ട്. ഉറുമ്പിനെ പോലെ നമുക്ക് മേൽവിചാരകന്മാർ ഇല്ലാത്തവരല്ല നാം. നമുക്ക് ഒരു നേതാവുണ്ട്, നമുക്ക് ഒരു ലീഡർഷിപ്പുണ്ട്. നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ ഓഫീസിനകത്ത്, നമ്മുടെ ചർച്ചിനകത്ത്, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ ദൈവം ചിലരെ ആക്കിയിട്ടുണ്ടെങ്കിൽ നാം അവയെ അനുസരിക്കണം. നാം അവയുടെ മുമ്പാകെ അച്ചടക്കത്തോടെ ദൈവിക ഓർഡറിനെ റെസ്പെക്റ്റ് ചെയ്ത് നാം ജീവിക്കണം. ഇന്ന് പകൽക്കാലം കർത്താവ് അങ്ങനെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. 2, ഉറുമ്പിൻ്റെ പ്രത്യേകത, മുമ്പിൽ പല തടസ്സവും ഉണ്ടെങ്കിലും ആ തടസ്സങ്ങളെ അത് അതിജീവിക്കും. നിങ്ങൾ ഉറുമ്പ് നടക്കുന്നൊന്ന് നോക്കി പഠിച്ചാട്ട്. നിങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വീട്ടിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ഉറുമ്പുണ്ടെങ്കിൽ, അല്ല ചുറ്റുപാടും ഉറുമ്പുണ്ടെങ്കിൽ ഒന്ന് നോക്കിയാട്ട്. അതിനൊരു തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സത്തെ മറികടന്ന് അത് മുമ്പോട്ട് പോകും. ജീവിതത്തിൽ ഹല്ലേലൂയ പലപ്പോഴും പ്രതികൂലങ്ങൾ വരാം, നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരാം. അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. ചെറിയ കാര്യങ്ങളിൽ നോക്കിയാട്ട് ചില തടസ്സങ്ങൾ വരുമ്പോൾ, ചില കാര്യങ്ങൾ നമുക്ക് ഹല്ലേലൂയ പ്രോത്സാഹനം തന്നില്ലെങ്കിലും അതിനെ അതിജീവിക്കാൻ നമുക്ക് പഠിക്കണം. ഉറുമ്പിനെ നോക്കുമ്പോൾ നാം പഠിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യവും അതാ. എത്ര വലിയ പ്രതികൂലം വന്നാലും അതിനെ അതിജീവിച്ച് ഉറുമ്പുകൾ മുമ്പോട്ട് പോകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളോട് പറയട്ടെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്, നിങ്ങളെക്കുറിച്ച് വലിയൊരു വിചാരമുണ്ട്. എത്ര പ്രതികൂലം വന്നാലും അതിനെ അതിജീവിക്കാൻ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഏതൊക്കെ പ്രതിസന്ധിയാണോ ഉള്ളത്, ഏതൊക്കെ പ്രതികൂലമാണോ ഉള്ളത്, പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തി അതിനെ അതിജീവിച്ച് അതിനെ ജയിച്ച് മുന്നേറാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ മോർണിംഗ് മെസ്സേജ് ഞാൻ ചെയ്യുമ്പോൾ ഹല്ലേലൂയ ഇപ്പോൾ ഹല്ലേലൂയ കഴിഞ്ഞ വർഷങ്ങളായിട്ട്, ചില വർഷങ്ങളായി ഞാൻ ചെയ്യുന്നു. 3000-ലധികം ഹല്ലേലൂയ ഷോർട്ട് മെസ്സേജ് പറഞ്ഞു. എന്നാൽ പലപ്പോഴും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഈ മെസ്സേജ് ഇനി ചെയ്യേണ്ട. കാരണം ചിലപ്പോൾ ആൾക്കാർ കുറച്ച് പേരെ കാണത്തുള്ളൂ, കുറച്ച് പേരെ കേൾക്കത്തുള്ളൂ. എന്നാൽ നിങ്ങളിൽ ചിലർ ഇതിൻ്റെ അടിയിൽ വന്ന് ഒരു കമൻ്റ് അടിക്കുമ്പോൾ, ഹല്ലേലൂയ ഒരു അഭിപ്രായം പറയുമ്പോൾ, അത് എൻ്റെ ഉള്ളിൽ എൻകറേജ്മെൻറ്റ് തരിക. ഒരാൾ മതി. ഒരാളിൻ്റെ മെസ്സേജ് ഉണ്ടോ, അത് ഏറ്റവും വലിയ പ്രോത്സാഹനമാണ്. പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ
നിങ്ങളിത് കാണുന്ന ഓരോരുത്തരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളിതിനടിയിലിടുന്ന ഒരു മെസ്സേജ് വായിക്കുമ്പോൾ അത് വായിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ ഞാൻ മുഖാമുഖമായി കണ്ടില്ലെങ്കിലും ഞാൻ ഈ ദേശത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ഹല്ലേലൂയ ഒരു കമൻറ്റ് ഒരു പ്രോത്സാഹനം അത്രേ. ഹല്ലേലൂയ. ഉറുമ്പിനെ നോക്ക്, തടസ്സം വന്ന് പിന്നോട്ട് പോയില്ല, അത് മുമ്പോട്ട് പോയി. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലവും ഇത് കേൾക്കുന്ന, ഇതിൻ്റെ അടിയിൽ മെസ്സേജിന് ഒരു കമൻ്റ് ഇടുന്ന പ്രിയ ദൈവ പൈതലിനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇവരുടെ ജീവിതത്തിൻ്റെ ഏതാവശ്യമാണോ അതിനകത്ത് ഇവർക്ക് ജയം കൊടുക്കണം. ഉറുമ്പിനെ പോലെ ഹല്ലേലൂയ പിന്നോട്ട് പോകാതെ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ ദൈവം കൃപ കൊടുക്കണം. ഹല്ലേലൂയ. നോക്ക്, വീണ്ടും ഉറുമ്പിനെ കുറിച്ച് പറയുന്നത് അത് വേനൽക്കാലത്തിന് വേണ്ടി ശേഖരിച്ച് വെക്കുന്നു. അടുത്തൊരു സീസൺ നോക്കി അത് ശേഖരിച്ച് വെക്കുന്നു. അതൊരു ബുദ്ധിയാണ്. നിങ്ങൾ ഈ കാലഘട്ടത്തിലും ചിലത് ശേഖരിച്ച് വെക്കാൻ, നാളെയെക്കുറിച്ച് കരുതുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു, ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയതൊക്കെയും കർത്താവ് കരുതുമാറാകട്ടെ. അതിനുള്ള ബലം നിങ്ങൾക്ക് തരട്ടെ. നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹത്തെ തരട്ടെ. നാളെയെക്കുറിച്ച് കരുതുവാൻ, ഭാവിയെക്കുറിച്ച് കരുതുവാൻ, തലമുറകളെക്കുറിച്ച് കരുതുവാൻ കർത്താവ് നിങ്ങൾക്ക് ബലം തരട്ടെ. നിങ്ങളുടെ വീട്ടിനകത്ത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. നിങ്ങളുടെ വീട്ടിനകത്തെ രോഗങ്ങളെ കർത്താവ് എടുത്തു മാറ്റട്ടെ. നിങ്ങളുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പുതിയ വാതിലുകൾ നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി തുറക്കട്ടെ. നന്മയുടെ വാതിലുകൾ തുറക്കട്ടെ. തടസ്സങ്ങളെ അതിജീവിച്ച് ജയത്തോടെ മുന്നേറാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.